ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പുറത്തെ മഴയൊക്കെ കണ്ട് മടി പിടിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നത്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഷർട്ടിനകത്ത് ഇതുപോലെ കറ പിടിച്ചപ്പോൾ ഡൈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് നമുക്കൊരു ഡബിൾ ഷെയ്ഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ എന്താ. അപ്പം ഞാനിവിടെ ഡബിൾ ഷെയ്ഡിലൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ അതിനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വേണ്ട അതിനുള്ള സൊല്യൂഷൻ തയ്യാറാക്കാൻ പോകണം. അതിനകത്ത് നമ്മൾ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ കോട്ടൺ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതല്ല നമ്മളിനി ഷിഫോൺ ആ മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ അതുപോലുള്ള ഏത് മെറ്റീരിയലിനാണെങ്കിലും നമ്മൾ വിനാഗിരിയാണ് ഇതിന് വരെ ഉപയോഗിക്കുന്നത്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ അന്ന് ചെയ്തെടുത്ത ആ ഒരു സെറ്റ് മുണ്ട് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സ് ഞാനിന്ന് അതിൻ്റെ ഒരു ലുക്കൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ടൈകൾ കിട്ടിക്കൊടുക്കാം. അപ്പം നമ്മളിവിടെ വൂളൻ ത്രെഡാണ് അതിനായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് കെട്ട് തുടങ്ങാം. ഈ കെട്ടിയെടുക്കുന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സിമ്പിളാണ്. നമുക്ക് ഈ ഡൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു പോരായ്മ തോന്നിയത്, നമ്മൾ ഈ 10 രൂപയുടെ ഈ ഒരു ഡൈ കളർ വാങ്ങിച്ചാൽ അധികം കളർ കിട്ടത്തുമില്ല. എല്ലായിടവും കളർ പിടിക്കുന്ന അതൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് കളർ പോകും നല്ലതുപോലെ. ഇതിൽ നിന്ന് നമ്മൾ അടുത്തൊരു വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് കളർ പോകും. ഇതിനെക്കാട്ടി നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടത്തിൻ്റെ ഡൈ ഉണ്ട്, നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇത് കുറച്ചുകൂടെ ഇത്രയും റേറ്റ് കുറവായിട്ടായിരിക്കും. അത്രയും കളർ അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് കിട്ടുന്നില്ല. എങ്കിലും നമുക്ക് തൽക്കാലം ചെയ്തൊക്കെ പഠിക്കേണ്ടവർക്കൊക്കെ ചെയ്ത് ഈ ഒരു കളർ വാങ്ങിച്ചാൽ നമ്മുടെ ഇതിനനുസരിച്ചുള്ള ഒരു റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. 10 രൂപയിലേ ഉള്ളൂ പോയാലും. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യാം. അതിനാണെങ്കിൽ ഈ ഒരു ഡൈ വാങ്ങിച്ച് നമുക്ക് നോക്കാം. അല്ലാതെ നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആ ഒരു ഡൈ മേടിച്ച് ആ കടത്തിൻ്റെ ഡൈ വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെച്ചൊന്ന്, എൻ്റെ കയ്യിൽ ഇനിയുള്ള കളറെന്ന് പറഞ്ഞാൽ റെഡ് കളറും ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡുമാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഡബിൾ ഷെയ്ഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഏത് ഷെയ്ഡ് വരുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അങ്ങനെ അവസാനം നമ്മുടെ കെട്ടുകളെല്ലാം കഴിഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കെട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി ഈ പോർഷൻ മാത്രം നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ നമുക്ക് വേറൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതാണ്ട് എൻ്റെ കയ്യിലുള്ള കളറുകളൊക്കെ കണ്ടല്ലോ. അതാണ്ട് റെഡ് കളറും യെല്ലോ കളറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പക്ഷേങ്കിൽ ആ ഒരു പൗഡർ വന്നേക്കുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കാണുന്ന അതേ നിറം തന്നെ അല്ല നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് കണ്ടാലും നമുക്കൊരു മെറൂൺ ഷെയ്ഡാണ് തോന്നിക്കുന്നത്. റെഡായിട്ട് തോന്നിക്കുന്നില്ല കറക്റ്റ്. ഇനി ഞാനിവിടെ കണ്ട നമ്മുടെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് പഴയ ബക്കറ്റിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് കളർ ഇട്ട് കൊടുക്കാം. ഇത് ഓറഞ്ചാണോ മഞ്ഞയാണോ എന്നിപ്പം നമുക്ക് ഇട്ട് കഴിയുമ്പം മനസ്സിലാവും. അപ്പോൾ ഈ കവറിനകത്തൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ആ വെള്ളത്തിൽ മുക്കി ഒന്ന് കലക്കിയെടുക്കണം. അല്ലെങ്കിൽ അത്രയും കളറും കൂടെ നമുക്ക് കുറയത്തതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിന്നിട്ട് ആ ഒരു റെഡ് കളർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ശകലം ഞാൻ ഈ ഡ്രസ്സ് എടുത്ത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ശകലം ആ റെഡ് കളർ ഇതിനകത്ത് ആ പൊടിയും കൂടി ഇട്ട് കലക്കിയിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഒന്നുകൂടെ മുക്കുന്നുണ്ട്. കാരണം ഒരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി. പക്ഷെ എങ്കിലും അത്രയ്ക്ക് കൊണ്ട് വരാത്തത് പോലെയാണ് തോന്നുന്നത്. അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു റെഡ് പൗഡർ കൂടി ഇച്ചിരി ആഡ് ചെയ്തിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് എന്നിട്ട് ഈ ഡ്രസ്സ് അതിൽ മുക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എന്നിട്ടാണ് നമുക്ക് അടുത്തൊരു ഷെയ്ഡും കൂടി ഇതിനകത്ത് ചേർക്കാൻ, അടുത്തൊരു ഷെയ്ഡ് ആക്കിയെടുക്കാൻ. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വേണ്ട ഈ യെല്ലോ മുക്കി വെച്ചിരുന്നത് നമ്മൾ എടുക്കുന്നുണ്ട്. കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. നമ്മളിത് പിഴിഞ്ഞിനി ആ ഒരു ചരുവത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മൾ അടുത്ത കളറ് റെഡ് കളറാണ് എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഞാനിവിടെ ചൂടുവെള്ളം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ
വേണ്ട റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഇപ്പോൾ കലക്കുമ്പോൾ നല്ല കളറുണ്ട്, പക്ഷേങ്കിൽ ഇനി എങ്ങനെയാ ഇതിൽ വരുമ്പോഴെന്ന് അറിയില്ല, റെഡായിട്ട് തന്നെ കിട്ടുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പോൾ വെള്ളത്തിൽ നല്ല റെഡ് കളറായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലല്ല. ഇത് റിസൾട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടായതാണ്. ഞാനിപ്പം എന്താണ്ട് ഈ റെഡ് എങ്ങനെയാ ഇതിൽ റെഡ് കളറ് മുക്കി വെക്കുന്നതെന്ന് കാണിച്ചു തരാം, ഡൈ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം നമുക്കൊരു താഴോട്ടുള്ളൊരു കുറച്ച് ഭാഗത്ത് മതി ഇനി റെഡ് കളറ്. അപ്പം എന്താണ് ഞാനിവിടെ സ്പൂണിട്ട് ഇളക്കി ഇത് നല്ലതായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് മുക്കി കൊടുക്കാം. ഇത് ഒരേ അളവിലുള്ള ഏകദേശം ഒരു പാത്രമാണ്, എങ്കിലേ നമുക്കിതിങ്ങനെ രണ്ടായിട്ട് തന്നെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ തന്നെ എനിക്ക് ആവശ്യമുള്ള ഇനി മുക്കേണ്ട ഭാഗം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മളിവിടെ ലാസ്റ്റ് ഒരു ടൈ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കണം. നല്ലപോലെ തന്നെ എല്ലാ ഭാഗത്തും ആ കളർ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ തന്നെ നമ്മൾ മുക്കി വെച്ചേക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗത്ത് കളർ പിടിക്കാതൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലൊക്കെ തന്നെ ഇത് യോജിപ്പിച്ചൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൈ കെട്ടിയേക്കുന്നത് നമ്മൾ വൂളൻ ത്രെഡ് ആയതുകൊണ്ടായിരിക്കും ഇത് കറക്റ്റായിട്ട് മുറുകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വൈറ്റ് പോർഷൻ നമുക്ക് റിസൾട്ട് റെഡി ആയപ്പോൾ ലാസ്റ്റ് ആയപ്പം നമുക്ക് ആ വൈറ്റ് പോർഷൻ എല്ലാം കുറച്ച് യെല്ലോയിഷ് കളർ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്കി വന്ന ഈ വെള്ളം നമ്മൾ എടുത്തത് ഇവിടെ തന്നെ ഒഴിച്ചു വെച്ചേക്കാം. അപ്പോൾ അതിൽ ബാലൻസ് പിടിക്കുന്നത് കൂടി പിടിക്കട്ടെ. അപ്പോൾ അതുവരെ അതിൽ തന്നെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പം ഈ മുക്കിയിരിക്കുന്ന കളർ കാണാൻ നല്ല ഭംഗിയായി. ഈ റെഡിന് പകരം വേറൊരു കളർ പോലെയാ ഇതിലെ ഒറിജിനൽ നമ്മൾ നേരെ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ക്യാമറയ്ക്കകത്ത് ഒരു ഇച്ചിരി കൂടെ ഒരു ഓറഞ്ച് പോലത്തെ കളറാണ് കാണുന്നത്. റെഡ് നല്ല ഭംഗിയുള്ള ഒരു കളറായിരുന്നു. ഇപ്പം ഈ ഡ്രസ്സ് നമ്മൾ ഇതിൽ മുക്കി വെച്ചപ്പം കിട്ടിയത് നമുക്ക്. ഇനി നമുക്കൊരു 2 മണിക്കൂർ നേരത്തെ പോലെ തന്നെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് എടുത്ത് നോക്കാം. അപ്പം നമ്മൾ ചെയ്ത പരീക്ഷണം എങ്ങനെയായെന്ന് നോക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം. അങ്ങനെ ഇവിടെ 2 മണിക്കൂറൊക്കെ കഴിയാറായി. അപ്പം നമ്മൾ നമ്മുടെ ഇതെടുത്തിരിക്കുകയാണ്. ഇനി ഇത് പിഴിഞ്ഞ് നമ്മൾ ഒരു നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് എടുക്കാം. നമുക്ക് എടുത്തിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയായി. ഈ കെട്ടെല്ലാം നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇനി കാണാം. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നേരെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് കളറ് അത്രയ്ക്ക് പിടിച്ചിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ പോയേക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ സെറ്റ് ഈ ഒരു ഓണക്കോടിയിൽ ഈ ഒരു പാറ്റേൺ വന്നപ്പോൾ അതൊരു വേറൊരു വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ കളറ് കോമ്പിനേഷനും അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. പഴയ ഡ്രസ്സിനകത്തോ എന്തിലെങ്കിലുമൊക്കെ ഈ 10 രൂപയല്ലേ ഉള്ളൂ, ഇതുപോലൊക്കെ ചെയ്ത് നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ വെയർ ചെയ്യാം. അപ്പോൾ ചെയ്ത് നോക്കണം എല്ലാവരും. താങ്ക് യു.